ഞാൻ ഹനാൽസ. ഞാൻ ആസ്ട്രോ മെഡിസിറ്റിലാണ് വർക്ക് ചെയ്യണം. ഇന്നത്തെ ഡേ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, നെഫ്രോ യൂറോളജി. ഞാൻ ആസ്ട്രോ മെഡിസിറ്റിയിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ OT നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. നമുക്കിനകത്തേക്ക് പോകാം. എൻ്റെ പേര് ഡോക്ടർ ഉണ്ണി. ആസ്ട്രോ മെഡിസിറ്റിയിലെ നെഫ്രോ യൂറോളജി സെൻറ്റർ ഓഫ് എക്സലൻസ് മേധാവിയാണ് ഞാൻ. നമ്മുടെ ആശുപത്രിയിൽ വൃക്കരോഗ വിഭാഗത്തിലെ രോഗികളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് നെഫ്രോ യൂറോളജി സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. വിവിധതരം വൃക്കരോഗികളെ പ്രായഭേദമന്യേ ചികിത്സിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേത്. വളരെ ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്ന രോഗികൾ വരെ ചികിത്സയ്ക്കായി ഇവിടെ വരാറുണ്ട്. റോബോട്ട് എന്ന ഉപകരണം ഉപയോഗിച്ച് പലതരം ശസ്ത്രക്രിയകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും മറ്റുള്ള ശസ്ത്രക്രിയകളും റോബോട്ട് ഉപയോഗിച്ച് ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതുകൂടാതെ തന്നെ ലേസർ ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചികിത്സ ഇവിടെ വളരെ വിജയകരമായി ചെയ്തു വരുന്നു. നെഫ്രോളജിയും യൂറോളജിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആസ്ട്രോ മെഡിസിറ്റിയിൽ ഉള്ളത്. ആസ്ട്രോ യൂറോളജി ആസ്ട്രോയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 സീനിയർ കൺസൾട്ടൻസ് ആണുള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫീമെയിൽ യൂറോളജിസ്റ്റ് അവൈലബിൾ ആണ്. ആസ്ട്രോയിലെ യൂറോളജി സർവീസസ് 24/7 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമുക്ക് എങ്ങനെ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സർജന്മാർ നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും നമുക്ക് അതിനനുസരിച്ചുള്ള വർക്ക്ഷോപ്പ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ നമുക്കിവിടെ സർജൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള സർജൻസ് അല്ലാണ്ട് റോബോട്ടിക്കിൻ്റെ പല സർജറീസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വരെ പുറത്തുനിന്ന് നമുക്ക് സർജൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരാറുണ്ട്. ആസ്ട്രോ നെഫ്രോ യൂറോളജിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ എക്കണോമിക് ടൈംസിൻ്റെ ഈ വർഷത്തെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ്സ് ഇന്ത്യാസ് ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്നുള്ളത് നെഫ്രോ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ആസ്ട്രോയിലെ നെഫ്രോ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചിയിലെ തന്നെ നമ്പർ 1 ഡിപ്പാർട്ട്മെൻറ്റാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ 2nd ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ത്യയിലെ തന്നെ 4th ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ റോബോട്ടിക്സ് മാത്രമല്ല സ്പെഷ്യലൈസ് ചെയ്യുന്നത്, എൻഡോ യൂറോളജി കേസ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ എൻഡോ യൂറോളജി? എൻഡോ യൂറോളജിയിൽ വരുന്ന കേസാണ് നമ്മൾ പ്രോസ്റ്റേറ്റിക് കേസസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺസ്. അപ്പോൾ അതിന് നമ്മൾ പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യും. 2 ലേസേഴ്സാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഹോൾമിയം, തുല്യം. ഇനി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എൻഡോ യൂറോളജി ഡയറക്ടറിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ സന്ദീപ് പ്രഭാകരൻ. സാറ് ലേസർ എക്സ്പേർട്ടാണ്, പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഫ്രണ്ട്ലി സർജനാണ്. ഓക്കെ, അപ്പോൾ സാർ ഞങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സിനൊക്കെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ലേസർ യൂറോളജി എന്ന് വെച്ചാൽ ഒരു ന്യൂ ആൻഡ് അഡ്വാൻസ് മെത്തേഡ് ഓഫ് ഡൂയിങ് യൂറോളജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. ബേസിക്കലി ഫോർ പ്രോസ്റ്റേറ്റ് സ്റ്റോൺസിനൊക്കെ ഈ ലേസർ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ വളരെ എഫിഷ്യൻ്റ് ആൻഡ് അഭികാമ്യമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ലൂമിനിസിൻ്റെ ഹോൾമിയം ലേസർ എന്നുള്ള ഒരു ലേസർ. ഇതൊരു ഹൈ പവർ 100 വാട്ട് ലേസറാണ്. ഇത് യൂസ് ചെയ്താണ് ഞങ്ങൾ പ്രോസ്റ്റേറ്റ് സർജറി ഒക്കെ ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ ന്യൂക്ലിയേഷൻ, ഹോൾമിയം ലേസർ ന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നുള്ള സർജറി ചെയ്യുന്നത് ഈ ലേസർ യൂസ് ചെയ്താണ്. ഇതൊരു വളരെ ഫൈൻ ലേസറാണ്. ക്ലീൻ സർജിക്കൽ പ്ലെയിൻസ് ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ലേസറാണ് ഹോൾമിയം ലേസർ. ഇനി അടുത്തൊരു ലേസറാണ്, ഇതൊരു പുതിയ ലേസറാണ്, തുല്യം ഫൈബർ. ഒരു 2 കൊല്ലമായിട്ടാണ് ഇന്ത്യയിലെ മാർക്കറ്റിൽ വന്നത്. വി വർ ഫസ്റ്റ് ടു അക്യൂർ ദിസ് മെഷീൻ. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഹാർഡ് സ്റ്റോൺസിനെ വരെയും ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് പ്രൈമറിലി യൂസ് ചെയ്യുന്നത്, ഈ തുല്യം ലേസർ യൂസ് ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺ സർജറിക്ക് വേണ്ടിയാണ്. ഹോൾമിയം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് സർജറിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ 2 ലേസറും കൂടി ഉള്ളതുകൊണ്ട് വളരെ അഡ്വാൻറ്റേജസ് ആണ്. പലപ്പോഴും നമുക്ക് ഹോൾമിയം ചെയ്യുന്ന രോഗിക്ക് തന്നെ തുല്യവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈബ്രിഡ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നിലവിൽ എത്ര ഹോളപ്സ് ചെയ്തിട്ടുണ്ട്? അപ്രോക്സിമേറ്റ്ലി ഒരു 2500ഓളം രോഗികൾക്ക് ലേസർ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഹോളപ്പ് സർജറി ചെയ്തതിൽ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ പറഞ്ഞു തരുമോ നമുക്ക്? മെയിൻ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ബ്ലീഡിങ് വളരെ കുറവാണെന്നുള്ളതാണ്. രണ്ടാമത് ഒരു കംപ്ലീഷൻ ഉണ്ട്, എനൂക്ലിയേഷൻ ആണ്. അപ്പോൾ അതായത് ഒരു ഓറഞ്ച് സങ്കല്പിക്കുക, ഓറഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൾപ്പിനെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ റിക്കറൻസ്, രണ്ടാമത് ഈ പ്രോബ്ലം വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ സിംറ്റം റിലീഫിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. ആ ബുദ്ധിമുട്ട് കുറയുന്ന നന്നായിട്ട് അത് ഡ്യൂറബിൾ ആയിട്ട് അത് റിലീഫ് കിട്ടും.
സെക്കൻഡ് തിങ്, ഈ പെയിൻ ഉണ്ടാവുന്ന പഴയ കൺവെൻഷണൽ പ്രൊസീജിയർ മാതിരി ഉണ്ടാകുന്ന വേദന മുതലായ പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും ഇത്തരം രോഗികളിൽ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം സർ. വെൽക്കം. നമ്മളിപ്പോൾ റോബോട്ടിക് സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ഊറ്റിയിലേക്കാണ് കയറാൻ പോണേ. നമുക്ക് പോയി നോക്കാം. മീറ്റ് ചെയ്യാൻ പോകുന്ന കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് സർജറി ചെയ്ത സർജനാണ് ഡോക്ടർ കിഷോർ. ഡോക്ടർ കിഷോറാണ് യൂറോളജി, ആസ്ട്രോ യൂറോളജിയുടെ മെയിൻ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് കിഷോർ സാറിനെ മീറ്റ് ചെയ്യാം. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. റോബോട്ടിക് സർജറി എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ എത്ര റോബോട്ടിക് സർജറി ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്. സാർ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ 2014 ആദ്യമായി കേരളത്തിൽ നമ്മൾ റോബോട്ടിക് സർജറി കൊണ്ടുവന്നത്. ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റ് സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏകദേശം ഇവിടെ 2000-ൽ പരം യൂറോളജി ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും 2500-ഓളം സർജറികൾ ഇവിടെ ആസ്റ്റർ മെഡ് സിറ്റിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ റോബോട്ടിക് സർജറിയുടെ പ്രത്യേകതകൾ എന്തെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ രോഗിയുടെ അടുത്തിരുന്നാണ് സർജൻ ഓപ്പറേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത് ചേർന്ന് നിന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ രോഗി അവിടെയാണെങ്കിൽ റൂമിലെ ഒരു കോണിലാണ് നമ്മൾ സർജൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ റോബോട്ടിക് സർജിക്കൽ കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ രോഗിയുടെ അകത്ത് നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അതുമാതിരി തന്നെ ഈ റോബോട്ടിക് കൺസോൾ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒരു 3 ഡയമെൻഷണൽ വിഷൻ, അതായത് ഈ നമ്മൾ 2 കണ്ണുകളിലൂടെ കാണുന്നത് നമ്മൾ കണ്ണുകളിലൂടെ കാണുന്ന മാതിരി ഒരു 3 ഡയമെൻഷണൽ വിഷനാണ് ഈ കൺസോളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെ നൂതനമായ ഒരു മൂവ്മെൻറ്റ്സ് ആണ് ഇതെല്ലാം വരുന്നത്. ഈ റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് 3 ഭാഗമായിട്ടാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് വിഷൻ കാർട്ട്, അതായത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കുമ്പോൾ അസിസ്റ്റൻറ്റിനും മറ്റും കാണാവുന്ന ഒരു വിഷൻ കാർട്ട്. പിന്നെ മെയിൻ നമ്മുടെ റോബോട്ട് അതവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു, മെയിൻ റോബോട്ട്. നമുക്ക് ഇപ്പോൾ ഈ റോബോട്ടിൻ്റെ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഓഫായി പോവോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കാറിനും എയർ ബാഗ് ഉള്ള മാതിരി ഇതിന് പലതും ഇതിന് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പലതും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സ്വിച്ചുകളുണ്ട്. ഉദാഹരണത്തിന് ഈ ചുവന്ന സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്യും. ഇതെല്ലാം ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് സെൻട്രൽ ചെന്നൈയിൽ ഇതിൻ്റെ ടെക്നീഷ്യന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതിന് ഫോൾട്ട് വന്നാൽ തന്നെ ഉടനടി അവർ അതിൽ കൂടെ റെക്ടിഫൈ ചെയ്യും. നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് അസിസ്റ്റൻസിൻ്റെ അടുത്താണ്. ഈ റോബോട്ടിക് സർജറി ചെയ്യുന്ന സമയത്ത് ഈ റോബോട്ടിക് അസിസ്റ്റൻസിൻ്റെ റോൾ എന്താ, അതിനെപ്പറ്റിയാണ് നമുക്ക് കുറച്ച് സംസാരിക്കാം. നമുക്ക് റോബോട്ടിക് മെയിൻ അസിസ്റ്റൻ്റ് അടുത്തേക്ക് ചെല്ലാം. ഈ റോബോട്ടിക് സർജറി ചെയ്യുന്ന സമയത്ത് അസിസ്റ്റൻസിൻ്റെ മെയിൻ റോൾ എന്താ? റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് മാൻ അല്ല, മെഷീനാണ്. മെഷീൻ സ്വന്തമായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ട് എടുക്കുകയോ ചെയ്യത്തില്ല. അപ്പം നമുക്ക് സർജൻ അവിടെ കൺസോൾ ഇരുന്ന് ചെയ്യുമ്പോൾ സർജന് വേണ്ട സഹായങ്ങൾ കൊടുക്കുക എന്നതാണ് അസിസ്റ്റൻ്റ് റോൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് റോബോട്ടിനകത്തേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ സർജന് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഇപ്പോഴത്തെ നമുക്കുള്ള റോബോട്ടിക്കുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിന് സക്ഷൻ ഇല്ല എന്നുള്ളത്. അതായത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടായെങ്കിൽ അത് സക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അസിസ്റ്റൻ്റ് ത്രൂവേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇൻസ്ട്രുമെൻസിൻ്റെ കെയറിങ്, ഇൻസ്ട്രുമെൻറ്റ് ഇൻസേർഷൻ, ഇതെല്ലാം അസിസ്റ്റൻറ്റിൻ്റെ റോളിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. This is Dr. Louis. He's a consultant in urology. He came from Germany. Can you please share your expertise in robotics? Thank you. During my recent visit to Dr. Kishori and his team's workshop, I had the opportunity to share in their extensive robotic and surgical laparoscopic surgery. What stood out to me was the warm hospitality of the team, the inviting atmosphere of the country, and the extensive robotic and minimal invasive surgical experience. ഏർലി മോർണിംഗ് 6-നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇന്ന് 5 കേസ് ഉണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊരു ഡേ ആയിരുന്നു. സാധാരണ ഒരു ദിവസം 3-4 സർജറീസ്, റോബോട്ടിക് സർജറീസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് 6-ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ 1-2 പേരുടെ മാത്രം എഫേർട്ട് കാരണമല്ല.
അതൊരു ഹോൾ ടീമിൻ്റെ മൊത്തം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സർജറിയാണ് ഒരു റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ഹായ് ജോൺ. ഹായ് അന്ന, ഹൗ വാസ് യുവർ ഡേ? ഇന്ന് ഭയങ്കര ഹെക്ടിക് ഡേ ആയിരുന്നു. ഒരുപാട് കേസ് ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒത്തിരി കേസ് ഉണ്ടായിരുന്നു. പിന്നെ പേഷ്യൻസിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ എന്തൊക്കെ പറയുമെന്ന് പറഞ്ഞാലും പേഷ്യൻ്റെ മുഖത്തെ സ്മൈൽ ദാറ്റ് മേക്സ് മൈ ഡേ പെർഫെക്റ്റ്.